കൃത്യസമയത്ത് എത്തിച്ചേരണം. യു ഷുഡ് റീച്ച് ഓൺ ടൈം എന്ന് പറയാം. ഓൺ ടൈം, യു ഷുഡ് റീച്ച് ഓൺ ടൈം, അല്ലെങ്കിൽ ബി ഓൺ ടൈം എന്ന് പറയാം. ബി ഓൺ ടൈം, സമയത്ത് എത്തണം, കൃത്യസമയത്ത് എത്തണം എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ലേറ്റ് ആവരുത് എന്ന് എങ്ങനെ പറയാം? ഡോണ്ട് ബി ലേറ്റ്. ഡോണ്ട് ബി എപ്പോഴും ഉപകാരപ്പെടും, ശ്രദ്ധിച്ചോ, സേവ് വെച്ചോ. ഡോണ്ട് ബി ലേറ്റ്, ലേറ്റ് ആവരുത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പൊ നമ്മൾ ലേറ്റ് ആയെന്ന് വിചാരിക്കുക, അപ്പൊ പറയാം സോറി ഫോർ ബീങ് ലേറ്റ്. സോറി ഫോർ ബീങ് ലേറ്റ് എന്നാൽ ലേറ്റ് ആയതിൽ ക്ഷമിക്കണം. ഇനി ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കുക, ആം ഐ ലൈറ്റ്, ആം ഐ ലേറ്റ് എന്ന് ചോദിക്കുക. ഇനി ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയെന്ന് ചോദിക്കുക, ആം ഐ ടു ലേറ്റ്. ഇനി എന്താ നീ ലേറ്റ് ആവാൻ കാരണം എന്ന് ചോദിക്കുക, വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്. ഓക്കെ, അപ്പൊ പറയണേ, ഞാൻ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് ആണ് ട്രാഫിക്കിൽ കുടുങ്ങി, ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് പറയാം. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു എക്സ്ക്യൂസ് പറയണം. അതായത് എന്റെ കാറിന്റെ ടയർ പഞ്ചറായി. അതെങ്ങനെയാ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് കോമന്റ് ചെയ്യണം. സോ ഗൈസ്, ഇത് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളല്ലേ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ, നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ മാത്രമല്ല, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ഗ്രാമർ പഠിച്ചുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വി ഹാവ് ടു സ്പീക്ക്. നമ്മൾ സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ കോഴ്സിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളോട് നിരന്തരം സംസാരിക്കുന്നു. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഒരു ദിവസം അരമണിക്കൂർ. ഓക്കെ, ഇപ്പൊ മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീ ആണ്. അപ്പൊ കോഴ്സിൽ English House. English at your fingertips.